നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിലെത്തി. മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്ന് എക്സിൽ കുറിച്ചു. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവിന് ഉജ്ജ്വല സ്വീകരണം. കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ പിണറായി വിജയനാണ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് അലർട്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. വയനാട് പഴയ വൈത്തിരിയിൽ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. ഓട്ടോ ഡ്രൈവർ ചീരാൽ പഴയൂർ മൂച്ചിയിൽ നാരായണൻ, ഭാര്യ ഷിജി, മകൻ അമൻ എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 9 വയസ്സുകാരൻ മരിച്ചു. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ ആഘോഷ പരിപാടിക്കിടെയാണ് പടക്കം പൊട്ടിച്ചപ്പോൾ അപകടമുണ്ടായത്. 3 കുട്ടികൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് 71 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് മിക്ദാദ് അബൂബക്കർ, കണ്ണങ്കര സ്വദേശി ജാഫർ സാദിഖ് എന്നിവരാണ് പിടിയിലായത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി അന്വേഷണം ശക്തമാക്കി CBI. മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വീണ്ടും റെയ്ഡ് നടത്തി. മഹാരാഷ്ട്രയിൽ കോച്ചിംഗ് സെന്റർ നടത്തിപ്പുകാരനെ അറസ്റ്റ് ചെയ്തു. ഭീകരവിരുദ്ധ ലഹരിമരുന്ന് നിയമമായ UAPA കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ജാമ്യം അനുവദിക്കുന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്നും സ്വാഭാവിക നീതിയാണെന്നും സുപ്രീം കോടതി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ സമയം അതിക്രമിക്കുന്നുവെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകുകയാണ് ഡൊണാൾഡ് ട്രംപ്. എത്രയും വേഗം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അവരുടേതായി ഒന്നും ബാക്കിയുണ്ടാകില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.